ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ ഇന്ന് അഷ്ടമിരോഹിണിയാണല്ലോ. അപ്പോൾ ഭഗവാന് ഒരു ചെറിയൊരു പാൽപ്പായസം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഇൻസ്റ്റൻറ്റ് പായസമാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലൊരു 1/2 ലിറ്റർ പാലാണ് ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭഗവാന് നേദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാൽപ്പായസം. അപ്പം നമുക്കതിൻ്റെ ഇത് തുടങ്ങാം. അപ്പം നമ്മളിവിടെ ഇപ്പോൾ 1 ലിറ്റർ പാലില്ലേ, 3/4 ലിറ്റർ പാൽ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മളിതിൽ ഇൻസ്റ്റൻറ്റ് പാലട മിക്സാണ് ഇടുന്നത്. ഇൻസ്റ്റൻറ്റ് പാലട മിക്സ്, ഡബിൾ ഹോഴ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ്, അതിട്ടിട്ടാണ് നമ്മൾ പാലട ഉണ്ടാക്കാൻ പോണത്. ഭഗവാന് സാധാരണ പാൽപ്പായസമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി നേദിക്കുക. പക്ഷെ ഞാനിന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഡബിൾ ഹോഴ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് വാങ്ങിച്ചിട്ടാണ് പാലട ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായി തിളച്ചിട്ട് മാത്രമേ നമ്മളിതിലെ പാലട മിക്സ് ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് അഷ്ടമിരോഹിണി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? അഷ്ടമിരോഹിണി, ഞാൻ ഗുരുവായൂരുകാരി ആയതുകൊണ്ട് ഇവിടെ അഷ്ടമിരോഹിണിക്ക് ഭയങ്കര ആഘോഷമാണ്. ഇന്ന് ഒരു ലക്ഷക്കണക്കിന് ആളുകളാണ് അമ്പലത്തിലെത്തിയിട്ടുള്ളത്. പ്രസാദൂട്ടുണ്ട്, പിന്നെ ഉറിയടി, അങ്ങനെ NSSൻ്റെ ഉറിയടി ഉണ്ട്. അങ്ങനെ എന്താ ചെയ്യുക, ശരിക്കും ഭൂലോക വൈകുണ്ഠമാണ് കേട്ടോ ഗുരുവായൂർ. ഇന്നെന്നല്ല, എന്നും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഞാനൊക്കെ തൊഴാൻ പോയപ്പോൾ ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഭക്ഷണത്തിൻ്റെ ക്യൂനും എല്ലാം നല്ല തിരക്കാണ്. എന്നാലും അവിടെ ഒരുപാട് കണ്ണന്മാരും ഗോപികന്മാരും ഒക്കെ ഇങ്ങനെ ആനന്ദത്തിൽ ആറാടിയിട്ട് നടക്കുകയാണ്. അപ്പോൾ ഗുരുവായൂരമ്പലം എന്ന് പറഞ്ഞാൽ ഭൂലോക വൈകുണ്ഠം എന്നുള്ളൊരു പേരുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആ ഭൂലോക വൈകുണ്ഠത്തിലേക്ക് എല്ലാവരെയും ഇവിടെ ദേവസ്വം എന്നുള്ള ഒരു അറിയിപ്പുണ്ട്, എല്ലാവരും വന്നാലും ഭക്ഷണം കൊടുക്കുമെന്നൊക്കെ. പക്ഷേ ഇന്ന് 2 മണി 3 മണി നിന്നിട്ടും ഭക്ഷണം കിട്ടാതെ മടങ്ങിപ്പോയിട്ടുള്ള ആളുകളുണ്ടെന്നാണ് പറയണേക്കുന്നത്. എനിക്ക് സത്യമാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വളരെ അടുത്താണ്, ഇവിടെ ആനക്കോട്ടയുടെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ പോയിട്ട് വീട്ടിലെത്തുമ്പോൾ തന്നെ 1 മണി 1:30 മമ്മിയുടെ അമ്പലത്തിലും ഇന്ന് പ്രസാദൂട്ടും, മമ്മിയുടെ അമ്പലത്തിൽ മാത്രമല്ല പാർത്ഥസാരഥിയിലുണ്ട്. അങ്ങനെ ഇവിടെ അടുത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് പ്രസാദൂട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാളായതുകൊണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും അല്ലേ? നിങ്ങളെ വീട്ടിലൊക്കെ ഇന്ന് പായസം ഉണ്ടാക്കിയിട്ട് നേദിക്കുന്നുണ്ടോ? ഞാനങ്ങനെ നേദിക്കാറൊന്നുമില്ല കേട്ടോ, എനിക്കങ്ങനെ. പക്ഷേ ഭഗവാന് എന്തെങ്കിലും ഒരു പ്രസാദം ഉണ്ടാക്കിയിട്ട് വെക്കാറുണ്ട് വല്ലപ്പോഴും, എന്നൊന്നുമില്ല കേട്ടോ, എന്നൊന്നും നമുക്ക് നടക്കില്ലല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഇത് അഷ്ടമിരോഹിണി ആയതുകൊണ്ടും പിന്നെ എനിക്ക് ഭഗവാനോടുള്ള ഒരിഷ്ടം കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടുമാണ് കേട്ടോ ഞാനിന്ന് ഈ പായസം ഉണ്ടാക്കിയിട്ട് നേദിക്കുന്നത്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട്. എന്താ പറയുക, പാല് ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ പാലൊന്നും കൂടി നന്നായി തിളച്ചിട്ട് നമുക്കിതിൽ എന്ത് ചേർക്കാം? ഇൻസ്റ്റൻറ്റ് പാലട ചേർക്കാം. ഇതിൽ വേറെ പഞ്ചസാരയോ അങ്ങനെ യാതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ പായസം നന്നായി വറ്റി കുറുകി വന്നാൽ കുറച്ച് വെണ്ണ, 1 സ്പൂണോ 1.5 സ്പൂണോ വെണ്ണ മാത്രമേ നമുക്കിനി ഇതിൽ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, പാലിങ്ങനെ നന്നായിട്ട് കുറുകി വരട്ടെ. ഒന്നും കൂടി നമ്മൾ കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചേർക്കാം? ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് ചേർക്കാം. ഇത് ഡബിൾ ഹോഴ്സിൻ്റെ ആണ് കേട്ടോ. ഇത് നല്ലതാണോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഡബിൾ ഹോഴ്സിൻ്റെ പാലട മിക്സ് കൊണ്ട് പാലട ഉണ്ടാക്കാൻ പോണേ. നിങ്ങളെല്ലാവരും വീട്ടിൽ പാലട ഉണ്ടാക്കാറുണ്ട് അല്ലേ? ശരിക്കും നമ്മളെ ട്രഡീഷണൽ ആയിട്ടുള്ള പാലട എങ്ങനെയൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കുക. അത് ഇലയിൽ ഇങ്ങനെ അണിഞ്ഞ് വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് അതൊന്നും കടർത്തി ഉണ്ടാക്കിയിട്ട് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് കാണാമായിരുന്നു. അതൊന്നും നമുക്ക് എളുപ്പമല്ല. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിൽ താമസിക്കുന്നതുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങളും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് വാങ്ങിച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കുറുകണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലെ പാല് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ കണ്ടോ, ഈ ഒരു സ്റ്റീൽ പാത്രത്തിന് ഒരു 3/4 പാത്രം അട മിക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. ഇതിട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ.
ഉണ്ണിക്കണ്ണനെ നേദിക്കാനുള്ളതല്ലേ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എന്താ ഇതിൻ്റെ കളറ് നിങ്ങൾക്ക് കാണാനുണ്ടാവില്ല അല്ലേ, ഒരു ലൈറ്റ് റോസ് കളറായിട്ട് ഇത് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിങ്ങനെ ഈ ഒരു ഇത് ഞാൻ സ്റ്റവ് സിമ്മിലിടാൻ പോവാണ്. ഇതിങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് കുറുകിയിട്ട് വരും. അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കുറുകി തുടങ്ങിയിട്ട് തന്നെ ഉള്ളൂ കേട്ടോ. ഇവർ പറയണ പോലെ 15 മിനിറ്റ് കൊണ്ടൊക്കെ പായസം ആവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ചെറുതായിട്ട് ഇങ്ങനെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നന്നായിട്ട് കുറുകിയാലല്ലേ നമുക്ക് പാലട പായസം എന്ന് പറയാൻ പറ്റുള്ളൂ. കണ്ടോ, നിങ്ങൾക്ക് കാണാനുണ്ടോ? ശരിക്കും പാലട പായസത്തിൻ്റെ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ക്രീം കളർ കണ്ടില്ലേ, ആ പാലിൻ്റെ കളറുമായിട്ട് അതിനെ ഒരു ക്രീം കളറായിട്ട് മാറിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് എങ്ങനെ വേണ്ടി വരും നന്നായിട്ടൊന്ന് ആവാൻ. ഞാൻ നിങ്ങൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ്. ഏറ്റവും എളുപ്പപ്പണി സേമിയ പായസമാണ്. അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗം ഉണ്ടാക്കി കഴിയുള്ളൂ. പക്ഷേ ഭഗവാനെ നേദിക്കാൻ നമ്മളങ്ങനെ സേമിയ പായസം ഒന്നും ഉണ്ടാക്കാറില്ലല്ലോ. ഒന്നുകിൽ പാൽപ്പായസം, അല്ലെങ്കിൽ പാലട, അല്ലെങ്കിൽ ശർക്കര പായസം, ഇതൊക്കെയാണ് ഭഗവാനെ നേദിക്കാൻ നമ്മൾ വെക്കാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് വാങ്ങിയിട്ട് പാലട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇല്ലെങ്കിൽ നമുക്ക് നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നേദിക്കാം കേട്ടോ. ഗുരുവായൂരമ്പലത്തിലെ നെയ്യപ്പത്തിന് ഭയങ്കര ചിലവാത്രേ. ഒരുപാട് ഷീറ്റുകൾ വിറ്റ് പോയി എന്നൊക്കെ പറയണത് കേൾക്കാണ്ട്. ഒരാൾക്ക് 3 ഷീറ്റൊക്കെ കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഒരു ഷീറ്റിലാകെ 3 അപ്പേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ ഷീറ്റൊന്നും എടുത്തില്ല കേട്ടോ. കാരണം വീണ്ടും നമ്മൾ രാത്രി പോയിട്ട് വാങ്ങാൻ നിൽക്കണം. അപ്പം അതൊന്നും എളുപ്പമല്ല. അപ്പം നമുക്ക് ഇവിടെ ഇരുന്നാലും ഭഗവാനെ നേദിക്കാമല്ലോ. അപ്പോൾ ഇതിങ്ങനെ കുറുകി വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കുറുകി വന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനുള്ളത് ഒരു 1/2 സ്പൂൺ വെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെണ്ണ കണ്ടോ, മിൽക്കി മിസ്റ്റിൻ്റെ വെണ്ണ എടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ ഇടണുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച കാരണം ഇങ്ങനെ കട്ടയായിട്ടിരിക്കുക കേട്ടോ. അതാ ഇത്ര വെണ്ണ ഇടണുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇടുന്നിട്ട് ഒന്ന് അത് മെൽറ്റായിട്ട് വന്ന് ഒന്നും കൂടി സെറ്റാവട്ടെ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി ഇതൊന്നും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ കുറുകും കേട്ടോ. അപ്പോൾ അത് ശരിക്കും നമ്മുടെ സദ്യയുടെ പാലട, കല്യാണ സദ്യയുടെ ഒക്കെ പാലട പോലെ ആയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ, ഈ ഡബിൾ ഹോൾസ് കൊണ്ട്. അപ്പം നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ? നോക്കിയേ, കണ്ടോ? ശരിക്കും നമ്മുടെ കല്യാണ സദ്യയുടെ ഒക്കെ പാലട പോലെ ആയിട്ട് കേട്ടോ. നമുക്ക് ഓണത്തിന് ഇത് പ്രയോഗിച്ച് നോക്കാം. ഓണത്തിനോ വിഷുവിനോ അങ്ങനെ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ നമുക്കിനി ഉണ്ടാക്കി നോക്കാമല്ലോ. മറ്റേത് നമ്മൾ ഇവിടെ ഓക്കേൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വാങ്ങിക്കുകയായിരുന്നു പാലട. കറക്റ്റ് നമ്മുടെ പാലടയുടെ ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും ടേസ്റ്റ് നോക്കാൻ പറ്റില്ല, കാരണം ഭഗവാനെ നേദിക്കാനുള്ളതല്ലേ. നമുക്ക് ടേസ്റ്റ് നോക്കാൻ നിർത്തി.
ഞാൻ ശരിക്കും നേരത്തെ ഒന്ന് നോക്കിയിട്ടു മധുരം കൂടുതലുണ്ടോ കുറവുണ്ടോ. തെറ്റിപ്പോയി, ഭഗവാന് ക്ഷമിക്കണം. നമ്മൾ ശരിക്കും ഭഗവാനെ നേദിക്കാനുള്ളതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടല്ലല്ലോ ഉണ്ടാക്കുക. നമ്മൾ ഭഗവാന് നേരിട്ട് അങ്ങോട്ട് കൊടുക്കല്ലേ ചെയ്യുക, ഉണ്ടാക്കിയിട്ട്. സമർപ്പണമാണ് അവിടെ കാണുന്നത്. അപ്പം ഞാനിതൊന്ന് ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. കാരണം ഇനി അത് ചൂട് കൂടിയിട്ട് ഇനി ഇരുന്നിട്ട് ഇതാവണ്ട. അപ്പോൾ ഞാനിത് സ്റ്റൗന്ന് ഒന്ന് മാറ്റിയിട്ട് ഇനി സ്റ്റൗവിലേക്ക് മാറ്റിക്കാൻ പോകും. കാരണം സാധനം കുറച്ചേ ഉള്ളൂ കേട്ടോ. 1 ലിറ്റർ പാലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. 3/4 ലിറ്റർ പാലും ആ പാലടയുടെ ഒരു പകുതിയാണ് അതിൽ ഞാൻ ചേർത്തിട്ടുള്ളത്. ഒന്ന് ഇത് ഇറക്കി വെച്ചിട്ട് ഒന്നിങ്ങനെ നമുക്കൊന്നിങ്ങനെ ഇറക്കി കൊടുക്കാം കേട്ടോ. കാരണം അതൊന്ന് വറ്റി കുറുക. ഒന്നും കൂടി കട്ടയായി കഴിഞ്ഞാൽ പാലടയുടെ ടേസ്റ്റ് പോകും. കട്ടയുള്ള പാലട നിങ്ങളാരും കഴിച്ചിട്ടില്ല, ഞാനും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കട്ടയുള്ള പാലട വേണ്ട, ഇങ്ങനെ ഒരു കുറുകിയ മോഡലുള്ള പാലടയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അല്ല, വളരെ സുന്ദരം പാലടയായി കഴിഞ്ഞു. നമുക്കൊരു സന്ധ്യയായിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് ഭഗവാനെ നേദിക്കാം. ഭഗവാനെ നേദിക്കണം. അതും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇപ്പം സന്ധ്യയായിട്ടില്ലേ, സമയം 6 മണിയായി. ഈ വിളക്ക് വെച്ചിട്ടാണ് ഞാനിത് നേദിക്കാൻ നിൽക്കുക. അതും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം നമുക്കിനി വിളക്ക് വെക്കാം കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ഉണ്ണിക്കണ്ണനാണ് ഞാൻ വിളക്ക് വയ്ക്കാൻ പോകുന്നത്. എണ്ണ ഒഴിക്കാം. ഇതിലിട്ടു. പിന്നെ ചന്ദനത്തിരി വെച്ചിട്ടുണ്ട്. ചന്ദനത്തിരി വെച്ചു. കർപ്പൂരം കൂടി നമുക്ക് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് വിളക്ക് വയ്ക്കാം കേട്ടോ. ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വിളക്ക് വയ്ക്കാം. വിളക്ക് വെച്ചിട്ടോ നിങ്ങൾ ചന്ദനത്തിരി എത്തിച്ച് വയ്ക്കാം. നമുക്ക് കർപ്പൂരാരതി ചെയ്യാം. നമുക്ക് ഉണ്ണിക്കണ്ണിന് പായസം നേദിക്കാം കേട്ടോ. ഞാൻ പായസം എടുത്തിട്ട് വരട്ടെ. അപ്പോൾ അതൊക്കെ ഉണ്ട്. ഞാൻ പായസം ഭഗവാനെ നേദിക്കാനെടുത്തു. ഇനി ഇവിടെ അത് വയ്ക്കാം.
ചെറിയൊരു മേശയിലാണ് കേട്ടോ ഞാൻ ഭഗവാനെയൊക്കെ വെച്ചിരിക്കുന്നത്. എനിക്കിവിടെ പൂജാമുറിയൊന്നും ഇല്ല. അപ്പം ഞാനിതിവിടെ ഭഗവാന് പായസം മേടിക്കാൻ വെച്ചിട്ടുണ്ട്. ഭഗവാൻ അപ്പം ഭഗവാന് ഞാൻ നേദിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ അഷ്ടമി രോഹിണി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ വ്ളോഗ് കണ്ടിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഭഗവാന്റെ വ്ളോഗല്ലേ, ദയവ് ചെയ്ത് കാണണം കേട്ടോ എല്ലാവരും. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, സെറിനിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള വ്ളോഗിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് നല്ല കമൻസ് പറഞ്ഞില്ലെങ്കിലും എന്തെങ്കിലും കമൻസ് നിങ്ങളിടാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നവരെല്ലാവർക്കും നമസ്കാരം. ബൈ ബൈ.